കൂട്ടുകാർക്ക് അറിയാമോ മൊബൈൽ ഫോണിലെ ഈ ഒരു രഹസ്യ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്? ഞാൻ കീരൂസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫേസ്ബുക്ക് സെർച്ച് ബാറിൽ കീരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാം. ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ്. യൂട്യൂബ് സെർച്ച് ബാറിൽ കീരൂസ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിയും. ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂട്ടുകാർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വാട്സാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ രഹസ്യമായിട്ട് ഉപയോഗിക്കാം? ഓൾറെഡി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രഹസ്യമായിട്ട് നമ്മൾക്ക് ആരോടെങ്കിലും ഒക്കെ ചാറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിനൊരു രഹസ്യ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ മറ്റാരും കാണാതെ ആ ഒരു വാട്സാപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിപ്പിച്ച് വെച്ച് ചാറ്റ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരിക്കണം. നിങ്ങൾക്കിഷ്ടമുള്ള ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മറ്റാരും കാണാതെ തന്നെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. മൊബൈൽ ഫോണിൻ്റെ എവിടെ ചെക്ക് ചെയ്താലും ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് മറ്റൊരാൾക്കും കണ്ടുപിടിക്കാനും കഴിയില്ല. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാരുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷനെ. ഇപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ 2 വാട്സാപ്പ് അതോടൊപ്പം തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് രഹസ്യമായിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 2 വാട്സാപ്പിൻ്റെ പുറമെ രഹസ്യമായിട്ട് എനിക്ക് ഒരു വാട്സാപ്പ് അക്കൗണ്ടും കൂടി എൻ്റെ മൊബൈൽ ഫോണിൽ ഹൈഡ് ചെയ്ത് ഉപയോഗിക്കണം എന്ന് ഞാൻ കരുതുകയാണെങ്കിൽ എങ്ങനെ നമുക്കത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നിങ്ങളോടൊരു പാസ്വേഡ് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1840 ചൂസ് ചെയ്യുന്നത്. ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡയലറാണ് കാണാൻ കഴിയുക. നമുക്ക് നമ്മുടെ പാസ്വേഡ് വീണ്ടും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിൽ നമുക്ക് ആ ഡയലർ ഓപ്പൺ ആയത് കാണാൻ കഴിയും. ഇനി താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ കഴിയും. ഇനി ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത്, അതായത് രണ്ടാമതായിട്ട് ഉപയോഗിക്കേണ്ടത്, ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഉടൻ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ഹൈഡ് ഓർ ഡ്യുവൽ എന്നൊക്കെ പറഞ്ഞൊരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്തിരി സമയം വെയിറ്റ് ചെയ്യുക. നമ്മൾ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ വാട്സാപ്പ്, അതായത് മൂന്നാമത്തെ ഒരു വാട്സാപ്പ് രഹസ്യമായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഓപ്പൺ ചെയ്ത് നമ്മളുടെ നമ്പറും മറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. എന്തായാലും ഞാൻ പിറകിലോട്ട് വരികയാണ്. ഇനി അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഫോട്ടോ അതോടൊപ്പം തന്നെ വീഡിയോ ഒക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ഫോട്ടോ ഒക്കെ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാൻ കഴിയും. അതിനുശേഷം നമുക്കിനി മെനു ബട്ടൺ ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 1, 2. ഇനി മൂന്നാമതൊരു വാട്സാപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് എവിടെയും എൻ്റെ ഫോണിൽ കാണാൻ കഴിയുന്നതല്ല. ഓൾറെഡി തീർന്നു. അപ്പോൾ നമ്മളുടെ ഐക്കൺ ഇതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ ഐക്കൺ തമ്മിലൊന്ന് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യണം. ഇതിവിടെ കൊടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞാനൊരു നമ്പറിലോട്ട്, എൻ്റെ തന്നെ ഒരു നമ്പറിലോട്ട് ഒന്ന് ഡയൽ ചെയ്യുകയാണ്. കോളൊക്കെ പോകുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. കോളൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഡയലറിൽ നമ്മളുടെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യാം. അതായത് 1840 ആയിരുന്നു. ആ 1840 എൻ്റർ ചെയ്ത് കൊടുക്കാം. ഉടൻ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഹൈഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഈ ഒരു ലിസ്റ്റിൽ കൂട്ടുകാർക്ക് കാണാൻ കഴിയും. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ ഇതുപോലെ ഓപ്പണായി വരുന്നതാണ്. ഇനി കൂടുതൽ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ രണ്ടാമതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ച ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് വിടാം. സൈനിങ് ഔട്ട്, കേരൂസ്.